ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മുത്തുമണികളെ, നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മനോഹരമായ ചാപ്റ്റർ ഉണ്ടല്ലോ. മലയാളത്തിൻ്റെ തിരക്കഥ കുലപതി MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ മനോഹരമായ ഇതിഹാസ ചലച്ചിത്രം അല്ലേ, നമ്മൾ മഞ്ജു വാര്യർ അഭിനയിച്ച് തകർത്താടിയ സിനിമ ഏത്? ദയ. ഇപ്പം ദയ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റാക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദയ എന്ന് പറഞ്ഞ ചാപ്റ്റർ സെറ്റാക്കിയെടുക്കും അല്ലേ. പുഷ്പ ഫ്ലവർ അല്ലടാ ഫയറാടാ എന്ന് പറഞ്ഞ പോലെ ഇന്ന് ദയ എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ ഫയർ ആയിങ്ങെടുക്കും. കൂടെ നമ്മൾ കുറച്ച് ചോദ്യങ്ങളും പരിചയപ്പെടും. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ദയ എന്ന് പറയുന്ന സിനിമ പഠിക്കുമ്പോൾ സ്ത്രീ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിന് എങ്ങനെയൊക്കെ നമ്മൾ തരണം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ മൂല്യബോധങ്ങളെല്ലാം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. സെറ്റല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ദയ. ഈ ദയ എന്ന പാഠഭാഗം പഠിക്കുന്നതിന് മുൻപേ ഇതിലൊരു ചെറിയൊരു എഴുത്തുണ്ട്. തീരമണയും തിരമാലകൾ, ആഴങ്ങളിലെ അലയുലികൾ അല്ലേ. തീരം, തീരത്ത് തൊടുന്നതിന് മുൻപേ ആഴത്തിൽ നിന്നും അത് എത്രമാത്രം ശക്തിയോടെയാണ് ആഞ്ഞടിച്ചത്. ഇതെങ്ങനെയാടാ മക്കളെ നമ്മുടെ ജീവിതത്തിന് കൊണ്ടുവരാൻ സാധിക്കുക? നമ്മുടെ ജീവിതം തിരമാല പോലെയാണല്ലേ. ഒരു തീരത്ത് നമുക്ക് എത്തിയേ പറ്റൂ. പല പ്രതിബന്ധങ്ങളും ഉണ്ടാകും, പക്ഷേ അതിനെയൊക്കെ തകർത്താഞ്ഞടിച്ച് തീരത്ത് തിര എത്തുക തന്നെ ചെയ്യും. അതേപോലെ ഈ ദയ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ പ്രതിസന്ധികളെ തോൽപ്പിച്ചുകൊണ്ട് അതിനെയൊക്കെ തടവൽഗണിച്ചുകൊണ്ട് മുന്നേറുന്ന സ്ത്രീ കഥാപാത്രമായ ദയയെ കാണാൻ സാധിക്കും. ഈ കഥ ഒരു മാതൃകയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സ്ത്രീധനത്തിൻ്റെ പേരിൽ, സൗന്ദര്യമില്ല എന്ന് പറയുന്നതിൻ്റെ പേരിൽ, പിന്നെന്താണ് പണമില്ല എന്ന് പറയുന്നതിൻ്റെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ, ഭർത്താവിൻ്റെയും പുരുഷ മേധാവിത്വത്തിൻ്റെയും ആട്ടും തുപ്പലും കേൾക്കുന്ന ചവിട്ടുകളുടെ പേരിൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്ന ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾ പ്രശ്നങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ട്, പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ശക്തിയോടെ നീങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മലയാളത്തിൻ്റെ തിരക്കഥയുടെ കുലപതിയായ MT വാസുദേവൻ നായർ ദയ എന്ന സിനിമയിലൂടെ. അപ്പം നമുക്ക് ഈ സിനിമയുടെ അല്ലെങ്കിൽ ഈ ഒരു സിനിമാ ഭാഗത്തിൻ്റെ തിരക്കഥയുടെ പ്രത്യേക ആശയങ്ങളിലൂടെ പെട്ടെന്ന് പോകാം. ഈ ചെറിയൊരു ക്ലാസ്സിലൂടെ ഇതിൻ്റെ ആശയം നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഇതിൻ്റെ വിശദമായ ക്ലാസ് നമ്മുടെ എക്സാമിനർ ആപ്പിലുണ്ട്. 9ാം ക്ലാസ്സിൽ ഇതുവരെ ജോയിൻ ചെയ്ത മുത്തുമണികളെ ആപ്പിൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ വിശദമായ ക്ലാസ്സുകളും എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും ബാക്കി എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽസും ആപ്പിൽ ജോയിൻ ചെയ്താൽ കിട്ടും. പക്ഷെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പെട്ടെന്ന് ഇതായി ഒന്ന് പഠിക്കാം, കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാം. സിനിമയുടെ ആശയം അല്ലെങ്കിൽ തിരക്കഥയുടെ ആശയം എന്ന് പറയുന്നത് ഇതോരോ സീൻ വെച്ചാണല്ലേ. സിനിമയാകുമ്പോൾ നമുക്ക് ഓരോ സീൻ ഉണ്ടാവുമല്ലോ, സിനിമയ്ക്ക് ഓരോ സീൻ നമുക്ക് ഉണ്ടാവില്ലേ, ഓരോ സീൻ ഉണ്ടാവും. അപ്പം ഇതിൽ നമുക്ക് അവസാനത്തെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു സീനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് അതിനോടൊന്ന് പഠിച്ചു പോകാം. MT വാസുദേവൻ നായർ രചിച്ച് വേണു സംവിധാനം ചെയ്ത് മഞ്ജു വാര്യർ ടൈറ്റിൽ റോളിൽ അഭിനയിച്ച 1998 മലയാളം ഭാഷാ ചിത്രമാണ് ദയ അല്ലേ. ഇതാണ് മക്കളെ 1998 സിനിമയാണ് ദയ. ആരാ തിരക്കഥ എഴുതിയത്? MT തിരക്കഥ എഴുതി 1998 പുറത്തിറങ്ങിയ സിനിമയാണ് ദയ. മിഡിൽ ഈസ്റ്റേൺ നാടോടി കഥകളിലെ 1001 രാവുകളിൽ നിന്നുള്ള സുമുഹുദ്ദീൻ്റെ കഥയുടെ അയഞ്ഞ അനുകരണമാണ് ഈ ചിത്രം. അതൊരു കഥയുടെ ഒരു ബാക്കി പത്രമാണ് ഈ സിനിമ എന്ന് വേണം നമുക്ക് പറയാം. ഇതിവൃത്തം കുറച്ച് വ്യത്യസ്തമാണെങ്കിലും വിശാൽ ഭരദ്വാജാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഛായാഗ്രാഹകൻ വേണുവിൻ്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു ഇത് അല്ലേ. വേണുവിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് ദയ എന്ന് പറയുന്ന സിനിമ. അക്കാലത്ത് ഒരുപാട് അവാർഡുകൾ ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ദേശീയ ചലച്ചിത്ര അവാർഡുകളിലും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിലും മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡുകൾ അദ്ദേഹം ഈ ചിത്രത്തിലൂടെ നേടിയെടുത്തു അല്ലേ. ഇതാണ് മികച്ച സിനിമയും മികച്ച നവാഗത സംവിധായകൻ, അതായത് പുതിയ സംവിധായകൻ എന്നുള്ള അവാർഡും വേണുവിനും ഈ ദയ എന്ന് പറയുന്ന സിനിമക്കും അക്കാലത്ത് നേടിയെടുക്കാൻ പറ്റി എന്നാണ് പറയുന്നത്. MTയുടെ കൃതികൾ, അതായത് മലയാള സാഹിത്യത്തിൽ എല്ലാ മേഖലയിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കൃതികളാണല്ലോ MTയുടെ കൃതികൾ. മലയാളികളുടെ ഹൃദയത്തിൽ തൊട്ട കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ MTക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ഓരോ കൃതികളും കഥകളും ഒറ്റ വായനയിൽ തന്നെ മനസ്സിൽ പതിയുകയും കാലങ്ങളോളം മനസ്സിൽ ജീവിക്കുകയും ചെയ്യും. അത്തരത്തിലൊരു കഥയാണ് ദയ. സാഹിത്യരൂപങ്ങളിൽ നിന്നും സിനിമകളിലേക്കുള്ള കൃതികൾ. അതായത് MTയുടെ തിരക്കഥ നോക്കൂ, 2-ാം ഊഴം നോക്കൂ, പിന്നെന്താണ് അസുരവിത്ത് നോക്കൂ, പിന്നെന്താണ് നാലുകെട്ട്,
പിന്നെ എം ടി എന്തൊക്കെയുണ്ട്, വടക്കൻ വീരകഥ, പഴശ്ശിരാജ, ഇവയൊക്കെ എപ്പോഴും ജനങ്ങളുടെ സതയം. മോഹൻലാലിൻ്റെ അല്ലേ, മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ ചിത്രീകരിക്കുന്ന സിനിമയാണ് സതയം. ഇത്തരത്തിൽ മനുഷ്യവികാരങ്ങളുടെ അനിയന്ത്രിതമായ കുത്തൊഴുക്കിലിനെ സിനിമയിലൂടെ ജനങ്ങളിലേക്ക്, ആസ്വാദകരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഭാവുകത്വപരമായ കഴിവ് ആർക്കുണ്ട്? നമ്മുടെ എം ടിക്കുണ്ട്. ആ എം ടിയുടെ അത്തരത്തിലുള്ള അതുല്യമായ തിരക്കഥയാണ് ദയ എന്ന് പറയുന്ന സിനിമ സ്വീകരിക്കാറുണ്ട്. ഇത്തരത്തിൽ സാഹിത്യ രൂപങ്ങളിൽ നിന്നും സിനിമയിലേക്ക് സ്വീകരിക്കപ്പെട്ട സിനിമകൾക്ക് ഉദാഹരണമാണ് ചെമ്മീൻ, വിധേയൻ, ബാല്യകാല സഖി എന്നിവ. സാഹിത്യവും സിനിമയും പരസ്പര പൂരങ്ങളാണ് അല്ലേ. ഒരുപാട് സിനിമകൾ സാഹിത്യ കൃതികളിൽ നിന്നും സിനിമയാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചെമ്മീനുണ്ട്, വിധേയനുണ്ട്, ബാല്യകാല സഖി, ഇവയൊക്കെ സാഹിത്യ കൃതികളായിരുന്നു. പിന്നീട് ഇവയൊക്കെ സിനിമകളായി മാറി. അതേപോലെ ദയ എം ടിയുടെ തിരക്കഥയിൽ പിറക്കുമ്പോൾ അതിമനോഹരമായ സിനിമയായി മാറുന്നു. ദയ എന്ന ചടുലവും ബുദ്ധിശക്തിയുമുള്ള അടിമ പെൺകുട്ടിയുടെ സാഹസികതയെക്കുറിച്ചാണ് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അല്ല മക്കളെ, ആരെക്കുറിച്ചാണ് പറയണത്? ദയ എന്ന് പറയുന്ന ചടുലവും അതായത് ബുദ്ധിശക്തിയും സാമർഥ്യമുള്ള ഒരു അടിമ പെൺകുട്ടിയുടെ സാഹസിക നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചാണ് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പം ദയ എന്ന് പറയുന്ന ബുദ്ധിമതിയായ, കഴിവുള്ളവളായ, സാമർഥ്യമുള്ള ഒരു സ്ത്രീയിലൂടെയാണ് ഈ സിനിമ മുന്നോട്ടേക്ക് നീങ്ങുന്നത്. വൃദ്ധനും ധനികനുമായ ഒരു പ്രഭുവിൻ്റെ മകനായ മൻസൂർ അതിരുകടന്ന ജീവിത രീതിയാണ് പാലിച്ചു വന്നത് അല്ലേ. മൻസൂറിന് ഒരു അതിരുകടന്ന ജീവിത രീതിയാണ്. ഇതിൽ മറ്റൊരു കഥാപാത്രമാണ് മൻസൂർ. ഇപ്പം ദയ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു പണക്കാരനായ വ്യക്തിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. ആ പണക്കാരൻ മരിച്ചു പോവുകയും ആ പണക്കാരൻ്റെ മകനായ മൻസൂർ കുത്തഴിഞ്ഞ ധൂർത്തായ ജീവിതത്തിലൂടെ ആ പണം മൊത്തം വിറ്റഴിക്കുകയും ചിലവാക്കുകയും ചെയ്തു. പക്ഷേ എല്ലാവരും ആ മൻസൂറിനെ വിട്ടുപോയിട്ടും ഈ ദയ എന്ന് പറയുന്ന വേലക്കാരി വിട്ടുപോയിട്ടില്ല എന്നാണ് പറയുന്നത്. പിതാവിൻ്റെ മരണശേഷം അവൻ്റെ സമ്പത്ത് പാഴാക്കി അവൻ്റെ എല്ലാ സുഹൃത്തുക്കളും അവൻ ഉപേക്ഷിക്കുന്നു അല്ലേ. നമുക്കങ്ങനെയാണ്, നമുക്ക് പണം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും, പണം ഇല്ലെങ്കിൽ നമ്മളെ കൂടെ ആരും ഉണ്ടാകില്ല. അപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ മൻസൂറിൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഈ മൻസൂർ പണമെല്ലാം ദൂർത്തടിച്ചു. അങ്ങനെ ഈ മൻസൂറിൻ്റെ കുടുംബങ്ങളും സുഹൃത്തുക്കളെല്ലാം വിട്ടുപോയി. പക്ഷേ നന്ദിയുള്ള വേലക്കാരിയായ ദയ ഈ മൻസൂറിനെ വിട്ടുപോയില്ല. തന്നെ അടിമയാക്കി വെക്കാൻ പറഞ്ഞു. ആ കിട്ടുന്ന പൈസ എന്താക്കി മാറ്റാൻ കച്ചവടത്തിന് ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ദയയെ അടിമ കമ്പോളത്തിൽ കൊണ്ടുപോവുകയും പക്ഷെ അവിടുന്ന് ദയ എന്തായി മാറുന്നു? മന്ത്രി എന്ന സ്ഥാനത്തേക്ക് എത്തുന്നു. തന്നെ തട്ടിക്കൊണ്ടു പോവുകയും ആൾക്കാർ ആ തട്ടിക്കൊണ്ടു പോവാതിരിക്കാൻ വേണ്ടി പുരുഷൻ്റെ വേഷം ധരിക്കുകയും അങ്ങനെ പുരുഷൻ്റെ വേഷം ധരിക്കുകയും രാജ്യത്തെത്തുകയും അവിടുത്തെ പരീക്ഷണങ്ങൾ അമ്പെയ്ത്ത് വിജയിച്ചില്ലേ, പിന്നെ ഭ്രാന്തൻ കുതിരയെ മെരുക്കിയെടുത്തില്ലേ, ചതുരംഗ കളിയിൽ വിജയിച്ചില്ലേ, വാൾപ്പയറ്റ് വിജയിച്ചില്ലേ, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ലേ. അങ്ങനെ ദയ എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ച് ആ രാജ്യത്ത് മന്ത്രിയായി മാറുകയും അവസാനം ദയയും മൻസൂറും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന കഥയാണ് നമ്മുടെ എം ടിയുടെ ദയ എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ സാധിക്കുക. സാർ ഈ കഥ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വിശ്വസ്തയായ അടിമ പെൺകുട്ടിയായ ദയ ഒഴികെ അവളെ അമിത വിലയ്ക്ക് അല്ലേ, ദയ ഒഴികെ ബാക്കി എല്ലാവരും ആരെ വിട്ടുപോയി? മൻസൂറിനെ വിട്ടുപോയി. അവളെ അമിത വിലയ്ക്ക് അടിമയിൽ വിൽക്കാൻ നിർദ്ദേശിക്കും. ദയ പറയുന്നത് എന്നെ നീ വിറ്റോളൂ, എനിക്ക് കിട്ടുന്ന പൈസ മൻസൂറെ നീ നിൻ്റെ ആവശ്യം ചിലവഴിച്ചോ എന്ന് ആര് പറയുകയാണ്? ദയ പറയുകയാണ്. നന്ദിയുള്ള ഒരു ജോലിക്കാരിയാണ് ദയ എന്ന് കാണാൻ സാധിക്കും. കഥാപാത്ര നിരൂപണം ദയ അത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാട്ടോ ഈ പാഠഭാഗത്തിൽ. രാജാവിൻ്റെ ദൂതന്മാർ വിൽപ്പന തടസ്സപ്പെടുത്തുകയും ദയയെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അവളുടെ ബുദ്ധിശക്തി പരീക്ഷിക്കുകയും ചെയ്യുന്നു. അവൾ ടെസ്റ്റ് പാസ്സായി. അങ്ങനെ അടിമ കച്ചവടത്തിൽ വെച്ച് ഈ സ്ത്രീകളെ അടിമ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ദയ എന്തു ചെയ്യുകയാണ്? ദയയെ രാജാക്കന്മാരുടെ ഭടന്മാരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു കൊട്ടാരത്തിലേക്ക്. രാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ദയ ഉത്തരം പറയുകയും ദയക്ക് സമ്മാനങ്ങൾ കൊടുത്ത് പാരിതോഷികങ്ങൾ കൊടുത്ത് ദയയെ വിട്ടയക്കുകയുമാണ് ചെയ്യുന്നത്. ആ പണം ദയ മൻസൂറിന് കൊടുക്കുന്നു. അവൾ ടെസ്റ്റ് പാസ്സായി. സമ്മാനങ്ങൾ കൊണ്ട് മഴ പെയ്യുന്നു. രാജാവ് അവളെ മൻസൂറിനൊപ്പം ജീവിക്കാൻ അനുവദിക്കുന്നു. പക്ഷേ അടിമ സ്ത്രീകളെ വിൽക്കുന്ന ബിസിനസ്സുള്ള അലീഷായും റാഷിദും തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ദയയെ രാജാവ് വിട്ടയക്കുമ്പോൾ ആ അടിമ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്ന അലീഷായും റാഷിദും കൂടി, രണ്ട് കഥാപാത്രങ്ങളാണ് അലീഷായും റാഷിദും. ഇവർ സ്ത്രീകൾ തട്ടിക്കൊണ്ടു പോകുന്ന ആൾക്കാരാണ്. അവർ ദയയെ തട്ടിക്കൊണ്ടു പോകുന്നു. മൻസൂർ തൻ്റെ പുതിയ അയൽവാസിയായ ആമിനയുടെ സഹായത്തോടെ അലീഷായുടെ കോട്ടയിൽ നിന്ന് ദയയെ രക്ഷിക്കാൻ പദ്ധതിയിടുന്നു. അങ്ങനെ മൻസൂർ തൻ്റെ പുതിയ സുഹൃത്തായ അയൽവാസിയായ ആമിനയുടെ സഹായത്തോടു കൂടി ആര് രക്ഷിക്കാൻ പോവുകയാണ് മക്കളെ? ദയയെ രക്ഷിക്കാൻ പോവുകയാണ്. എന്നാൽ അന്ന് രാത്രി വൈകി മൻസൂർ എത്തുന്നു. ദയ മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിച്ച് മൻസൂറിനെ മോഷ്ടാവ് മിന്നൽ ജവാൻ കൊണ്ടുപോയി. മിന്നൽ ജവാനിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ അവൾ ഒരു പുരുഷവേഷം ധരിക്കാൻ നിർബന്ധിതയാകുന്നു. അങ്ങനെ ദയയെ വീണ്ടും ഒരാൾ തട്ടിക്കൊണ്ടുപോവുകയാണ്. അയാളാണ് ആര്യ മക്കളെ? മിന്നൽ ജവാൻ എന്ന് പറയുന്ന ഒരാളെ ദയയെ വീണ്ടും തട്ടിക്കൊണ്ടുപോയി. പക്ഷെ ദയ ഇനി തന്നെ ആരും തട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. കാരണം സ്ത്രീയാണ്,
സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകും, ഉപദ്രവിക്കും, പീഡിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്ത്രീയെ തട്ടിക്കൊണ്ടു പോവാതിരിക്കാൻ വേണ്ടി ദയ എന്ത് ചെയ്യുന്നു? പുരുഷൻ്റെ വേഷം ധരിക്കുന്നു. ഒരു തലപ്പാവൊക്കെ കെട്ടി താടിമീശയൊക്കെ അല്ലേ, താടിമീശയൊക്കെ വെച്ച് ഒരു പുരുഷൻ്റെ വേഷം ആര് ധരിക്കുകയാണ്? ദയ ധരിക്കുകയാണ്. ഒരു പുരുഷൻ എന്ന നിലയിൽ അവൾ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ ഒരു പുരുഷൻ്റെ വേഷം ധരിച്ച് ദയ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ രാജാവ് വിശ്വസ്തനായ ഒരു മന്ത്രി അന്വേഷിക്കുന്നു. അപ്പോഴാണ് ദയ ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് അവിടെ എന്തില്ല? ഒരു മന്ത്രിയില്ല. ഒരു രാജ്യത്ത് മന്ത്രിയില്ല എന്ന വാർത്ത ദയ അറിയുന്നത്. അങ്ങനെ ആ രാജ്യത്ത് മന്ത്രിയാകാൻ വേണ്ടി ദയ എന്തു ചെയ്യുകയാണ് മക്കളെ? ആ വേഷം കെട്ടുകയാണ്. ആ രാജ്യത്തെ മന്ത്രിയാകാൻ വേണ്ടി ദയ വേഷം കെട്ടാൻ ഒരുങ്ങുകയാണ്. പക്ഷേ എളുപ്പത്തിലൊന്നും മന്ത്രിയാകാൻ പറ്റില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ വിജയിച്ചാൽ മാത്രമേ ആ രാജ്യത്ത് മന്ത്രിയാകാൻ സാധിക്കൂ. അവിടെ രാജാവ് വിശ്വസ്തനായൊരു മന്ത്രി അന്വേഷിക്കുന്നു. ഒരു പുരുഷന്റെ വേഷത്തിൽ അവൾ ഒരു അമ്പെയ്ത്ത് മത്സരവും വാൾ പോരാട്ടവും ഉൾപ്പെടെ എല്ലാ പ്രയാസകരമായ പരീക്ഷകളും വിജയിക്കുന്നു. അല്ലേ? നിങ്ങൾക്ക് രംഗം ഓർമ്മയില്ലടാ, ക്ലാസ് ടീച്ചർ പറഞ്ഞു കാണും അല്ലേ? സിനിമ കണ്ടവരാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. ദയ എന്ത് ചെയ്യുകയാണ്? ആ രാജ്യത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നിൽക്കുമ്പോൾ ആൾക്കാർ പറയുകയാണ്, അങ്ങനെ എളുപ്പത്തിലൊന്നും ഈ രാജ്യത്തിൻ്റെ രാജാവാകാൻ അല്ല മന്ത്രിയാകാൻ സാധിക്കില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ പാസ്സാകണം അല്ലേ, പരീക്ഷണങ്ങൾ വിജയിക്കണം. ഇപ്പോൾ ദയ പറഞ്ഞു എനിക്ക് സാധിക്കും പരീക്ഷണങ്ങൾ വിജയിക്കാൻ. കൂടുന്ന ആൾക്കാരൊക്കെ ദയ കളിയാക്കിയാണ്. കാരണം ദയ കാണാൻ വലിയ സൈസൊന്നുമില്ല, ചെറിയൊരു കുട്ടിയാണല്ലേ, പെൺകുട്ടിയാണ്, പുരുഷൻ്റെ വേഷം ധരിച്ചിരിക്കുകയാണ്. പക്ഷേ ആൾക്കാരെ വിജയിച്ച ഒരു പുരുഷനാണെന്ന് ദയ പറഞ്ഞു എനിക്ക് എല്ലാ പരീക്ഷണങ്ങളും വിജയിക്കാൻ സാധിക്കും. അങ്ങനെ ദയ ആദ്യമായി എന്ത് ചെയ്യുകയാണ്? അമ്പെയ്ത്ത് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് 5 അമ്പുകൾ കൊള്ളിക്കണം. ദയ 5 അമ്പുകൾ കൊള്ളിച്ചു. നമ്മൾ ബാഹുബലി സിനിമയിൽ പ്രഭാസ് നമ്മൾ ബാഹുബലി ദേവസേനയോട് അനുഷ്കയോട് പറയുന്ന പോലെ ദേവസേന വിരലുകൾ 4 അല്ലേ, അങ്ങനെ അമ്പുവിടുന്ന പോലെ ആദ്യത്തെ പരീക്ഷണം വിജയിച്ചു. അമ്പെയ്ത്ത് പരീക്ഷണം. ലക്ഷ്യസ്ഥാനത്തെ 5 അമ്പുകളും ആര് കൊള്ളിച്ചു? ദയ കൊള്ളിച്ചു. പിന്നെന്താണ്? വാൾപ്പയറ്റ്. തന്നേക്കാൾ മിടുക്കനായ ഒരു യുവാവിനോട് പോരാളിയോട് അഭ്യാസിയോട് ദയ എന്ന് ചെയ്യുകയാണ്, വാൾപ്പയറ്റ് ചെയ്യുകയാണ്. അതിനും ദയ വിജയിച്ചു. പിന്നെ എന്താണ്? ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി, ബുദ്ധിശക്തി, അതിനും വിജയിച്ചു. പിന്നെ ഭ്രാന്തൻ കുതിര, ആരോടും ഇണങ്ങാത്ത മെരുങ്ങാത്ത ഭ്രാന്തൻ കുതിരയെ ദയ എന്ത് ചെയ്യുകയാണ് മക്കളെ? ദയ മെരുക്കിയെടുത്തു. അതിലും ദയ വിജയിച്ചു. അവസാനം രാജാവിനൊപ്പമുള്ള ചെസ്സ് കളിയിലെ ചതുരംഗ കളിയിലും ആര് വിജയിച്ചു? ദയ വിജയിച്ചു. ആ വിജയമെന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ദയക്ക് വിജയിക്കാമായിരുന്നു, രാജാവിനെ പരാജയപ്പെടുത്താമായിരുന്നു ചതുരംഗ കളിയിൽ. പക്ഷേ ദയ പറയുകയാണ്, ഒരു രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹം അത് മറക്കും, പക്ഷേ ചതുരംഗത്തിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന് അത് മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് രാജാവിനെ തോൽപ്പിക്കാമായിരുന്നിട്ടും ദയ രാജാവിനോട് ദയ കാണിക്കുകയാണ്. ദയ പറഞ്ഞു ഇനി എനിക്ക് അങ്ങോട്ട് കളിയില്ല, സമാസമമായി കളി അവസാനിപ്പിക്കാം. അങ്ങനെ സമാസമം കളി അവസാനിപ്പിച്ചു. പക്ഷെ രാജാവ് ചോദിച്ചു, ദയ നിനക്കെന്നെ പരാജയപ്പെടുത്താമായിരുന്നല്ലോ, പക്ഷെ നീ എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പം ദയ പരാജയപ്പെടുത്താതെ രാജാവിനോട് പറഞ്ഞു, രാജാവേ അങ്ങൊന്നൊരു യുദ്ധം തോറ്റാൽ അങ്ങ് ക്ഷമിക്കും, പക്ഷെ മറന്നു വരും. പക്ഷേ ഒരു പരാജയത്തിൽ തോറ്റാൽ അങ്ങ് മറക്കില്ല, ചതുരംഗത്തിൽ തോറ്റാൽ അങ്ങ് മറക്കില്ല എന്ന് പറഞ്ഞ് ദയ രാജാവിനോടും ദയ കാണിച്ച് അങ്ങനെ എല്ലാവരോടും പ്രീതി സമ്പാദിച്ചുകൊണ്ട് ദയ മന്ത്രിയാകുന്ന ആ ഒരു കഥ വരെയാണ് നമുക്ക് പഠിക്കാനുള്ള. ദയ മുമ്പോട്ടേക്ക് പോകുന്നത്. ഓക്കെ അല്ലടാ? സെറ്റല്ലേ? പെട്ടെന്ന് മനസ്സിലായില്ലേ? നോക്കാം നമുക്ക്. അവൾ ചെസ് മത്സരത്തിൽ രാജാവിനാൽ പരാജയപ്പെടാൻ അനുവദിക്കുകയും രാജാവിനെ ആകർഷിക്കുകയും ചെയ്യുന്നു. രാജാവിനോട് സമാസമമായി ആര് മാറി? ദയ മാറി. രാജാവ് അവളെ മന്ത്രിയാക്കുന്നു. താനൊരു പുരുഷനാണെന്ന് കരുതി രാജാവിൻ്റെ മകൾ മോഹാലസ്യപ്പെടുന്നു. ദയ ഒരു പുരുഷനാണെന്ന് വിചാരിച്ച് രാജാവിൻ്റെ മകൾ ദയ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താല്ല മക്കളെ? ദയ പുരുഷനാണെന്ന് വിചാരിച്ച് രാജാവിൻ്റെ മകൾക്ക് ദയോട് എന്ത് തോന്നുന്നു? പ്രണയം തോന്നുന്നു അല്ലേ? പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീറിൽ വീഴും പൂക്കൾ എന്ന് പറയുന്ന പോലെ ദയയോട് ആർക്ക് പ്രണയം തോന്നി? രാജാവിൻ്റെ മകൾക്ക്. പക്ഷെ ദയ ആണല്ലടാ ജീവിക്കാനുള്ള തന്ത്രപ്പാടിൽ പുരുഷൻ്റെ വേഷം ധരിച്ച് ദയയോട് രാജാവിൻ്റെ മകൾക്കും പ്രണയം തോന്നുന്നു. ആമിനയുടെ സഹായത്തോടെ തന്നോട് മോശമായി പെരുമാറിയ എല്ലാവരോടും മന്ത്രി എന്ന നിലയിൽ അവൾ ബുദ്ധിപൂർവ്വം പ്രതികാരം ചെയ്യുന്നു. തന്നെ മോശമായി പെരുമാറിയ എല്ലാവരോടും ദയ എന്ത് ചെയ്യുകയാണ് മക്കളെ? പ്രതികാരം ചെയ്യുകയാണ്. ഒടുവിൽ അവൾ ഒരു കുമ്പസാരക്കാരനായ മൻസൂറിനെ കണ്ടുമുട്ടുകയും രാജാവ് രാജകുമാരിയുമായുള്ള അവളുടെ വിവാഹം ആസൂത്രണം ചെയ്യുന്നതിനാൽ അവനോടൊപ്പം ഒളിച്ചോടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. രാജാവ് തൻ്റെ പ്രിയപ്പെട്ട മകളെ ദയക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആലോചിച്ച് നോക്കടാ, പെൺകുട്ടിയായ ദയയെ ആൺകുട്ടി എന്ന് വിചാരിച്ച് രാജാവ് തൻ്റെ മകളെ ദയക്ക് കല്യാണം കഴിപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ദയ തൻ്റെ മൻസൂറില്ലേ, തൻ്റെ യജമാനോട് പറയുകയാണ്, അവർ എന്നെ ഈ പെൺകുട്ടി കല്യാണം കഴിപ്പിച്ച് വെച്ചു കൊടുക്കും, നീ എന്നെ കൊണ്ടുപോകണം, നമുക്ക് ഒളിച്ചോടാമെന്ന് ദയാരോട് പറയുകയാണ്, മൻസൂറിനോട് പറയുകയാണ്. രാജാവ് സത്യം കണ്ടെത്തുകയും ദയയെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു.
പുരുഷന്മാരെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ട ഒരു സ്ത്രീ എന്നാണ് രാജാവ് പറഞ്ഞത് അല്ലേ. പുരുഷന്റെ വേഷം ധരിച്ച് മന്ത്രിയായ ദയയെ കൊല്ലാൻ വേണ്ടി, ശിക്ഷിക്കാൻ വേണ്ടി രാജാവ് തീരുമാനിക്കുന്നു. ജനം ദയയുടെ ജ്ഞാനത്തെ പിന്തുണയ്ക്കുകയും രാജ്യത്തിന് മന്ത്രി എന്ന നിലയിൽ ദയയുടെ ജ്ഞാനം ആവശ്യമുള്ളതിനാൽ അവളോട് ക്ഷമിക്കാൻ രാജാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ രാജ്യത്തെ ജനങ്ങൾ ദയയോട് കൂടെ നിൽക്കുന്നു. ഒരിക്കലും ഇത്രയും ബുദ്ധിയുള്ള, ശക്തിയുള്ള, അറിവുള്ള പെൺകുട്ടിയായ ദയയെ കൊല്ലരുത്, അവളെ മന്ത്രിയായിട്ട് നമുക്ക് ആവശ്യമുണ്ട്, സ്ത്രീകൾ മന്ത്രിയായാലും കുഴപ്പമില്ല, സ്ത്രീകൾ മന്ത്രിയാകണമെന്ന് പറഞ്ഞ് നവോത്ഥാനം, പുതിയ മാറ്റത്തിൻ്റെ, പുതിയ കാലത്തിൻ്റെ മാറ്റം കൊണ്ടുവരികയാണ് ഈ കഥയിൽ. അവസാന രാജാവ് ദയയെ കൊല്ലുന്നില്ല, ദയയെ മൻസൂറിനൊപ്പം ജീവിക്കാൻ രാജാവ് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. രാജാവ് ദയയോട് ക്ഷമിക്കുകയും അവളെ വീണ്ടും മന്ത്രിയായി നിയമിക്കുകയും ചെയ്യുന്നു അല്ലെ. രാജാവ് ദയയോട് ക്ഷമിക്കുകയും അവളെ വീണ്ടും മന്ത്രിയായി നിയമിക്കുകയും ചെയ്യുന്നു. ദയയും മൻസൂറും വിവാഹിതരാകുന്നതോടെ കഥ സന്തോഷകരമായ ഒരു കുറിപ്പിൽ അവസാനിക്കുന്നു. അവസാനം ദയയും മൻസൂറും കൂടി വിവാഹിതരാവുകയും അവിടെ കഥ സന്തോഷപൂർവ്വം അവസാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദയയും മൻസൂറും വിവാഹത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ആ കഥ സന്തോഷപൂർവ്വം എന്തായി അവസാനിക്കാൻ പോവുകയാണ്. ദൈവം മനസ്സ് വിവാഹിതരാകുന്നതോടെ കഥ സന്തോഷകരമായ ഒരു കുറിപ്പിൽ അവസാനിക്കുന്നു. അവസാനം രാജാവ് ദയയുടെ സത്യസന്ധത മനസ്സിലാക്കുന്നു, ദയയുടെ ജീവിതം മനസ്സിലാക്കുന്നു. അവസാനം അദ്ദേഹം ദയയെ മൻസൂറിനപ്പുറം വിട്ടയക്കുന്നു. ഇത്ര വരെയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം എന്ന് പറയുന്നത്. മക്കളെ, എന്താണ് ദയ എന്ന സിനിമ കണ്ടപ്പോൾ, ഈ തിരക്കഥ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം? നിങ്ങൾ വെറുതെ പോയി പരീക്ഷ എഴുതരുത്, സിനിമ കാണണം. യൂട്യൂബിലുണ്ട്, ദയ എന്ന് അടിച്ചു കൊടുത്താൽ മതി, സിനിമ കാണാൻ പറ്റും അല്ലേ. ഒരു സ്ത്രീ നടത്തുന്ന ചെറുപ്പ് നിൽപ്പലുകൾ അല്ലേ, ഒരു സ്ത്രീയുടെ ചെറുത്തുനിർത്തൽ, സ്ത്രീയുടെ പ്രതിഷേധം, ഒരു സ്ത്രീയുടെ വിപ്ലവകരമായ പോരാട്ടം, പ്രതിബന്ധങ്ങളെ, തടസ്സങ്ങളിൽ തോൽക്കാതെ, പിറകോട്ട് മാറാതെ അതിനെയൊക്കെ അതിജീവിക്കുന്ന, തോൽപ്പിച്ച് മുന്നേറുന്ന ദയ എന്ന കഥാപാത്രത്തെ നമുക്ക് കഥയിൽ കാണാൻ സാധിക്കും. ആ ദയയുടെ ജീവിതത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒരു സ്ത്രീ എങ്ങനെയൊക്കെയാണ് തൻ്റെ പോരായ്മകളെ, തൻ്റെ പ്രശ്നങ്ങളെ അവഗണിച്ച് അതിനൊക്കെ തടവൽ ഗണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരേണ്ടത്, അതിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ പ്രധാന ചോദ്യോത്തരങ്ങളിലേക്ക് പെട്ടെന്നൊന്ന് പോകാം. ദയ താണസ്വരത്തിൽ ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും, കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കും എന്ന് എനിക്ക് ബോധമായതുകൊണ്ട് അല്ലേ. ദയ പറയുകയാണ് ആരോട്? രാജാവിനോട്. ചതുരംഗത്തിൽ ദയ രാജാവിനോട് സമാസമമായല്ലോ. ദയക്ക് വേണമെങ്കിൽ രാജാവിനെ തോൽപ്പിക്കാമായിരുന്നു ചതുരംഗത്തിൽ, പക്ഷെ ദയ തോൽപ്പിച്ചില്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, നീ എന്താ എന്നെ തോൽപ്പിക്കാത്തത്? അപ്പോൾ ദയ പറയുന്ന മറുപടിയാണ്, താണസ്വരത്തിൽ ദയ രാജാവിനോട് പറയുകയാണ്, ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും, കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കും എന്ന് എനിക്ക് ബോധമായതുകൊണ്ട് രാജാവുമായുള്ള ഈ സംഭാഷണത്തിൽ നിന്നും ദയ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാനാവുന്നത്? പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് ദയ എന്ന കഥാപാത്രം നിരൂപണം ചെയ്യുക. മക്കൾ, എന്താണ് ചോദ്യം എന്ന് പറയുന്നത്? ദയ കഥാപാത്ര നിരൂപണം. ദയ കഥാപാത്ര നിരൂപണം. മക്കൾ, ഈ ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഈ പാഠഭാഗത്ത് നിന്നും ദയ കഥാപാത്ര നിരൂപണം ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ദയ കഥാപാത്ര നിരൂപണം. ഇന്ന് ഉത്തരം എന്താ മക്കളെ? അങ്ങേയറ്റം ബുദ്ധിയും ലക്ഷ്യത്തെക്കുറിച്ചുള്ള ധാരണയുമുള്ള പെൺകുട്ടിയാണ് ദയ എന്ന് ഈ സന്ദർഭത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. താൻ മത്സരിക്കുന്നത് ആരോടാണ് എന്നും എന്തിനു വേണ്ടിയാണ് എന്നും ദയ വളരെ കൃത്യമായി അറിയാം അല്ലേ. ദയക്ക് കൃത്യമായിട്ട് അറിയാം ഈ മത്സരത്തിൽ താൻ ആരോടാണ് മത്സരിക്കുന്നത്, രാജാവിനോടല്ലേ. അപ്പോൾ രാജാവിനോട് മത്സരിക്കുമ്പോൾ അതേ യുക്തിയോടുകൂടി മത്സരിക്കണമെന്ന് ആർക്കറിയാം? ദയക്കറിയാം. അതാണ് അങ്ങേയറ്റം ബുദ്ധിയും ലക്ഷ്യത്തെക്കുറിച്ചുള്ള ധാരണയുമുള്ള പെൺകുട്ടിയാണ് ദയ. ബുദ്ധിശക്തിയും ലക്ഷ്യബോധവുമുള്ള പെൺകുട്ടിയാണ് ദയ. ഈ സന്ദർഭത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും താൻ മത്സരിക്കുന്നത് ആരോടാണ് എന്നും എന്തിനു വേണ്ടിയാണ് എന്നും ദയക്ക് വളരെ കൃത്യമായി അറിയാം. ആരോട് ഏതു തരത്തിൽ പെരുമാറണമെന്നും നന്നായി അറിയാവുന്ന ആളാണ് ദയ അല്ലെ. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായി അറിയുന്ന ആളാണ് ആര്? ദയ എന്ന് പറയുന്ന ആള്. ഒരു യുദ്ധത്തിൽ തോൽക്കുന്നത് രാജാവിൻ്റെ മനസ്സിനെ സാരമായി ബാധിക്കണമെന്നില്ല. എന്നാൽ കളിയിൽ തോൽക്കുക, അതും ബുദ്ധി കൊണ്ടുള്ള കളിയിൽ അടിയറവ് പറയുക എന്നത് രാജാവിൻ്റെ ഹൃദയത്തിൽ ഒരു കൈപ്പേറിയ ഓർമ്മയാണ് ജനിപ്പിക്കുക അല്ലെ. ദയ പറയുകയാണ്, എന്താ മക്കളെ പറയുന്നത്? ഒരു കളിയിൽ തോൽക്കുക അല്ലേ, ഒരു യുദ്ധത്തിൽ തോൽക്കുന്നത് രാജാവിന് മനസ്സിനെ സാരമായി ബാധിക്കണമെന്നില്ല അല്ലെ. യുദ്ധത്തിൽ തോറ്റാൽ രാജാവ് പോട്ടെ എന്ന് വിചാരിക്കും, യുദ്ധമല്ലേ. പക്ഷേ ചതുരംഗ കളി, രാജാക്കന്മാരുടെ പ്രിയമുള്ള കളിയാണ് ഏത്? ചതുരംഗം, ചെസ് കളി. ഒരു ചതുരംഗ കളിയിൽ തോൽക്കുക, അതും ബുദ്ധി കൊണ്ടുള്ള കളിയിൽ അടിയറവ് പറയുക എന്നത് രാജാവിൻ്റെ ഹൃദയത്തിൽ ഒരു കൈപ്പേറിയ ഓർമ്മയാണ് ജനിപ്പിക്കുക അല്ലേ. രാജാവിൻ്റെ ഹൃദയത്തിൽ കൈപ്പേറിയ ഓർമ്മ ജനിപ്പിക്കും. എന്തേ?
ഒരു കളിയിൽ, ഒരു ചെസ്സ് കളിയിൽ, ചതുരംഗ കളിയിൽ പരാജയപ്പെടുക എന്നത്. ആ കൈപ്പേറിയ ഓർമ്മയിൽ രാജാവിനോടൊപ്പം കളിക്കുന്ന തന്നോടുകൂടി ദേഷ്യമാകും. അതുകൊണ്ടാണ് രാജാവിനെ തോൽക്കാൻ അനുവദിക്കാതെയും സ്വയം തോൽക്കാതെയും ദയ സമാസമം എന്ന നിലയിൽ കരുക്കൾ നീക്കിയത്. അല്ലേ? രാജാവിനെ തോൽക്കാൻ അനുവദിക്കാതെ, രാജാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, രാജാവിന് ഒരു മനോവിഷവും ഉണ്ടാക്കാതെയാണ് ദയ കളി അവസാനിപ്പിക്കുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ദയയുടെ മനസ്സിൽ ദയുണ്ട്, അല്ലേ? കാരുണ്യബോധമുണ്ട്. എതിരെ നിൽക്കുന്നവനെ ചേർത്ത് പിടിക്കാനുള്ള വലിയ മനസ്സുണ്ട്. ദയയുടെ ബുദ്ധി സാമർഥ്യമാണ് ഈ കഥയിലുടനീളം കാണാനാവുക. ഒരാളെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കീഴ്പ്പെടുത്താനുള്ള കലാവൈഭവം ദയക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും കീഴ്പ്പെടുത്താനുള്ള ഒരു കലാവൈഭവം ആർക്കുണ്ട്? ദയക്കുണ്ട്. അത്രമാത്രം സാഹചര്യങ്ങളെ തോൽപ്പിക്കാനുള്ള, സാഹചര്യങ്ങളോട് പടവെട്ടാനുള്ള ഒരു ഇച്ഛാശക്തിയുള്ള സ്ത്രീ കഥാപാത്രമായി, ശക്തിയുടെ സ്ത്രീ കഥാപാത്രമായി ആര് മാറുന്നു? ദയ മാറുന്നു. കൂടാതെ ഹൃദയത്തിൽ നന്മയും സഹാനുഭൂതിയും സഹാനുകമ്പയുമുള്ള കഥാപാത്രമായി ആര് മാറുന്നു മക്കളെ? നമ്മുടെ ദയ മാറുന്നു എന്ന് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം ഇതാണ്: ബുദ്ധിശക്തിയിലും സാമർഥ്യത്തിലും ഭരണ നൈപുണ്യയിലും ലിംഗവ്യത്യാസം ഇല്ലെന്ന് ദയയിലൂടെ മനസ്സിലാക്കിയല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവൾക്ക് വേഷപ്പകർച്ച നടത്തേണ്ടി വന്നത്? ഇക്കാലത്തായിരുന്നെങ്കിൽ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ദയക്ക് വേഷം മാറേണ്ടി വരുമായിരുന്നോ? വിമർശനാത്മകമായി പരിശോധിക്കുക. എന്താണ് മക്കളെ ചോദ്യം? ഒന്നും കൂടി ചോദ്യം കൃത്യമായി വായിക്കാം. ബുദ്ധിശക്തിയിലും, അല്ലെ, ദയക്ക് നല്ല ബുദ്ധിശക്തിയുണ്ട്, സാമർഥ്യമുണ്ട്. സാമർഥ്യത്തിലും ഭരണ നൈപുണ്യം, ഭരിക്കാനുള്ള കഴിവുമുണ്ട്. ഭരണ നൈപുണ്യയിലും ലിംഗവ്യത്യാസം ഇല്ലെന്ന്, അതായത് ബുദ്ധിയിലും ശക്തിയിലും ആൺപെൺ വ്യത്യാസമില്ല, ലിംഗവ്യത്യാസമില്ല എന്ന് ദയയിലൂടെ മനസ്സിലാക്കിയല്ലോ. അല്ലേ? ഒരു സ്ത്രീയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഭരിക്കാനും ഈ വാൾപ്പയറ്റ് ചെയ്യാനും അറിവിനും ലിംഗവ്യത്യാസമില്ല, ആൺപെൺ വ്യത്യാസമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവൾക്ക് വേഷപ്പകർച്ച നടത്തേണ്ടത്? പിന്നെ എന്തുകൊണ്ടാണ് ദയക്ക് പെണ്ണിൽ നിന്നും ആണിലേക്ക് വേഷമാറ്റം കൊണ്ടുവരാൻ സാധിച്ചത്? എന്തുകൊണ്ട് അവൾ നടത്തിയത്? ഇക്കാലത്തായിരുന്നുവെങ്കിൽ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ദയക്ക് വേഷം മാറേണ്ടി വരുമായിരുന്നോ? ഇക്കാലത്താണെങ്കിൽ ഒരു മന്ത്രിയാകാൻ വേണ്ടി ദയക്ക് ആണിൻ്റെ വേഷം കെട്ടേണ്ടി വരുമോ? വിമർശനാത്മകമായി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. താൻ ഒരു സ്ത്രീ ആയി ചെന്നാൽ തനിക്ക് അവസരങ്ങൾ പലതും നഷ്ടമാകുകയും തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം ലഭ്യമാകുകയുമില്ല. അതുകൊണ്ടാണ് ദയ വേഷപ്പകർച്ച നടത്തി മത്സരങ്ങളും മറ്റും പങ്കെടുത്തത്. ദയക്കറിയാം, ഒരു പെണ്ണായാൽ തന്നെ ആരും മന്ത്രിയാക്കില്ല, തന്നെ യുദ്ധത്തിന് കൂട്ടില്ല, തന്നെ വാൾപ്പായിട്ട് സമ്മതിക്കില്ല, അമ്പയ്ക്ക് സമ്മതിക്കില്ല, ഭ്രാന്തൻ കുതിരയെ മെനിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ദയ ആണിൻ്റെ വേഷം കെട്ടിയത്. പെണ്ണായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ദയയെ മന്ത്രിയാക്കാൻ അനുവദിക്കില്ലായിരുന്നു. ഒരു കാലഘട്ടത്തെ, ഒരു പ്രത്യേക സംസ്കാരത്തെ കൂടി പ്രതിനിധീകരിക്കുന്ന സിനിമയാണ് ദയ. ഒരു കാലഘട്ടത്തെ കൂടി പ്രതിനിധീകരിക്കുന്ന സിനിമ ദയ. പണ്ടുള്ള കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല, സ്ത്രീകൾക്ക് പഠിക്കാൻ പ്രാധാന്യമില്ല, ചിന്തിക്കാൻ പ്രാധാന്യമില്ല, രാഷ്ട്രീയത്തിലോ സാഹിത്യത്തിലോ സിനിമയിലോ പ്രാധാന്യമില്ല. ആ കാലഘട്ടത്തിലാണ് ദയ എന്ന സിനിമ ഉണ്ടാകുന്നത്, 1998 കാലഘട്ടങ്ങളിൽ. അപ്പോഴാണ് ദയ എന്ത് ചെയ്യുന്നത് മക്കളെ? ഒരു മന്ത്രിയാകാൻ വേണ്ടി പുരുഷൻ്റെ വേഷം ധരിക്കും. പക്ഷെ ഇന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇന്ന് സ്ത്രീകൾക്ക് പുരുഷനും ഒരേ രീതിയാണ്, ഒരേ പ്രാധാന്യമാണ്. അതിലൊരു വ്യത്യാസം കാണാൻ സാധിക്കില്ല. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ആരും പുറത്തിറങ്ങി ആയുധവിദ്യകളൊന്നും പ്രദർശിപ്പിക്കുകയോ തൻ്റെ കഴിവുകൾ തെളിയിക്കാൻ വേദികൾ തിരയുകയോ ചെയ്തിരുന്നില്ല. അല്ലെ? അന്നത്തെ കാലഘട്ടം പണ്ടേ സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. അവരെ വീട്ടിനുള്ളിൽ മാത്രം ഒതുക്കിയിരുന്നു. എന്നാൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സാധാരണ പെൺകുട്ടി ആയിരുന്നില്ല ദയ. അതുകൊണ്ടാണ് തൻ്റെ മുൻപിൽ വരുന്ന വെല്ലുവിളികളെ അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും കീഴ്പ്പെടുത്താൻ അവൾ തയ്യാറാകുന്നത്. അല്ലേ? അതുകൊണ്ടല്ലേ ദയ തൻ്റെ പ്രതിബന്ധങ്ങളെല്ലാം തന്നെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കീഴ്പ്പെടുത്തുന്നത്. എന്നാൽ ഈ ഒരു ദയ എന്ന പെൺകുട്ടിക്ക് അത്തരത്തിൽ വേഷം മാറേണ്ട അവസ്ഥ വരുമായിരുന്നില്ല. ഇന്ന് ഇക്വാലിറ്റി ഉണ്ട്, എല്ലാവരും തുല്യതയുണ്ട്, സ്ത്രീയും പുരുഷനും തുല്യന്മാരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ആർക്കും തങ്ങൾക്കുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലോ തങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ വിനിയോഗിക്കുന്നതിലോ ലിംഗപരമായ വേർതിരിവുകൾ ഒന്നും തന്നെ ഇന്നത്തെ സമൂഹം പിന്തുടരുന്നില്ല. ഭരണരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റ് നിരവധി മേഖലകളിലും ഇന്ന് സ്ത്രീകൾ അവരുടേതായ മികച്ച ഇടപെടൽ കാഴ്ചവെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന് പല മേഖലകളിലും സ്ത്രീകൾ മികച്ച ഇടപെടലുകൾ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. പിന്നെ മക്കളെ, അടുത്ത ചോദ്യം: പ്രതിബന്ധങ്ങളെ കരുത്തോടെ നേരിടുന്ന ദയയുടെ ആത്മവിശ്വാസവും കരുത്തും നമ്മൾ കണ്ടല്ലോ. പ്രതിസന്ധികളെ കരുത്തോടെ നേരിട്ട് ആളുകൾ നമുക്ക് ചുറ്റും ധാരാളം ഉണ്ടാകും. അത്തരത്തിലുള്ളവരെ കണ്ടെത്തി അഭിമുഖം തയ്യാറാക്കുക. ചിലപ്പോൾ ചോദ്യം വരും, അഭിമുഖം തയ്യാറാക്കുക എന്ന ചോദ്യം. അതായത് പ്രശ്നങ്ങളെ തോൽപ്പിച്ചു വന്ന ആൾക്കാരോട്, നമ്മൾ ദയയെ പോലെ തൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ തോൽപ്പിച്ചു വന്ന ആൾക്കാരോട് ഒരു അഭിമുഖം നടത്താൻ അവസരം കിട്ടിയാൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് ചോദ്യം. നോക്കാം.
നമുക്ക് ചുറ്റും പ്രതിസന്ധികളെ വളരെ ആത്മവിശ്വാസത്തോടെ തരണം ചെയ്ത് ജീവിതത്തെ വിജയത്തിലെത്തിച്ച ധാരാളം വ്യക്തികളുണ്ട്. ഇത്തരത്തിലുള്ള വ്യക്തികളെ കണ്ടെത്തി അഭിമുഖം നടത്തുന്നതും അവരുടെ ജീവിത കഥകൾ കേൾക്കുന്നതും നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കുന്നതിനും പ്രോത്സാഹനത്തിനും വഴിയൊരുക്കുന്നു. അഭിമുഖത്തിനുള്ള ചോദ്യാവലികൾ താഴെ ചേർക്കുന്നു. ഇപ്പം എന്തൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാൻ സാധിക്കുക? നമസ്കാരം, താങ്കളുടെ പേരും സ്ഥലവും ഒന്ന് പറയാമോ? ആദ്യ ചോദ്യം നമുക്ക് അവരൊന്ന് പരിചയപ്പെടണം അല്ലേ? അതിന് ചോദ്യം ചോദിക്കാം. പിന്നെയോ, താങ്കൾ ഏതു മേഖലയിലാണ് തൊഴിൽ ചെയ്യുന്നത്? താങ്കൾ ഏതു മേഖലയിലാണ് തൊഴിൽ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ സാധിക്കും. പിന്നെയോ, താങ്കളുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ നേരിട്ടിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികളാണ് താങ്കൾ നേരിടേണ്ടി വന്നത് അല്ലേ? അവരനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നജീബിനോട് ചോദിച്ചൂടെ ചോദ്യങ്ങൾ? അദ്ദേഹം ഗൾഫിൽ മരുഭൂമിയിൽ കടന്ന് അനുഭവിച്ച പ്രശ്നങ്ങളും ദുരിതങ്ങൾ എന്തൊക്കെയാണ്? അത്തരത്തിൽ അദ്ദേഹം അനുഭവിച്ച ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ താങ്കൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിച്ചത്? എങ്ങനെയൊക്കെയാണ് താങ്കൾ താങ്കളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചത്? ആ മാർഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ സാധിക്കും. പിന്നെന്താ മക്കളെ, പിന്നെ ചോദിക്കാൻ പറ്റും നമുക്ക്. പ്രതിസന്ധികളിൽ തളരുക എന്നത് വളരെ സാധാരണമാണ്. എന്നാൽ പ്രതിസന്ധികളിൽ പൊരുതുക എല്ലാവർക്കും അസാധ്യവും പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്കുള്ള നൽകാനുള്ള ഉപദേശവും എന്താണ്? പ്രതിസന്ധികളിൽ തളരുക എന്നത് വളരെ സാധ്യമായ കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ആ ചോദ്യവും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അടുത്തൊരു ചോദ്യമാണ്, സ്കൂളിൽ ഒരു ഹ്രസ്വചിത്രമേള സംഘടിപ്പിക്കാം. ഹ്രസ്വചിത്രമേള അതായത് ഷോർട്ട് ഫിലിം കേട്ടോ. ഷോർട്ട് ഫിലിം, ഹ്രസ്വചിത്രം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം. സ്കൂളിൽ ഒരു ഹ്രസ്വചിത്രമേള സംഘടിപ്പിക്കാം. ഹ്രസ്വചിത്രമേള സംഘടിപ്പിക്കുന്ന ആവശ്യമായ ബ്രോഷർ, സിനോപ്സിസ്, പോസ്റ്റർ, നോട്ടീസ് എന്നിവ തയ്യാറാക്കുക. അതായത് നോട്ടീസോ പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങളുടെ സ്കൂളിൽ ഒരു ഷോർട്ട് ഫിലിം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെ തയ്യാറാക്കാം? നമുക്ക് നോട്ടീസ് തയ്യാറാക്കാം. ഹ്രസ്വചരിത്രമേളയും പ്രദർശനവും. നിങ്ങളുടെ സ്കൂളിൽ ഒരു ഷോർട്ട് ഫിലിം സംഘടിപ്പിക്കുന്നുണ്ട്, അത് മറ്റുള്ളവർ അറിയിച്ചു കൊണ്ടൊരു നോട്ടീസ് തയ്യാറാക്കാനാണ് ചോദ്യം. ആദ്യം പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കണം, ആൾക്കാരെ സംബോധന ചെയ്തുകൊണ്ട്. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ കഥ, തിരക്കഥ, സംഭാഷണം, അഭിനയം എന്നിവ നിർവഹിച്ച് ഹ്രസ്വ ചലച്ചിത്രങ്ങളുടെ പ്രദർശനവും കുട്ടികൾ സംഘടിപ്പിക്കുന്ന മേളയും നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് 27/2025 സംഘടിപ്പിക്കുന്ന വിവരം സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. എല്ലാവരും മേളയിൽ പങ്കാളികളാകുകയും കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. അല്ലേ? ഉദ്ഘാടനം ചെയ്യുന്നത് മഞ്ജു വാര്യർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ പേര് കൊടുക്കുക കേട്ടോ. സമയം കൊടുക്കുക 27/2025 ഉച്ചയ്ക്ക് 2 മണിക്ക് 2 PM സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. ഇത്തരത്തിലൊരു പോസ്റ്ററോ നോട്ടീസോ ആക്കാൻ ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യം, സാഹിത്യത്തിൽ നിന്നും സിനിമയിലേക്ക് സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കൃതികൾ പരിചയപ്പെടുത്തുക. പക്ഷേ ചോദ്യം വരാം, ഈ സാഹിത്യത്തിൽ നിന്നും സിനിമയിലേക്ക് വന്ന കൃതികൾ ഏതൊക്കെയാണ്? ഉത്തരം ചെമ്മീൻ, പഴശ്ശിരാജ, ബാല്യകാലസഖി, വിധേയൻ, ആടുജീവിതം. ഈ നോവലുകൾ, ഈ കൃതികളൊക്കെ തന്നെ സിനിമകളായിട്ടുണ്ട്. അതും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചിന്തയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി സിനിമയും സാഹിത്യവും കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് സിനിമ, എന്താണ് സാഹിത്യം, രണ്ടും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഒരു കുറിപ്പ് തയ്യാറാക്കുന്നതാണ് ചോദ്യം. നോക്കാം നമുക്ക്. വായനക്കാരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന 2 മേഖലകളാണ് സിനിമയും സാഹിത്യവും. ഹൃദയഹാരിയും കാമ്പുള്ളതുമായ കഥാതന്തുക്കൾ സാഹിത്യത്തിൽ നിന്നും സിനിമയിലേക്ക് സ്വീകരിക്കുന്നത് കാലങ്ങളായി നടക്കുന്നതാണ്. നല്ല സിനിമകൾ, നല്ല സാഹിത്യ രൂപങ്ങൾ നല്ല സിനിമക്കുള്ള സാധ്യതയും ഒരുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് തിരക്കഥ? എന്താ തിരക്കഥ നമുക്ക് പറയാൻ പറ്റും? സിനിമയുടെ സാഹിത്യ രൂപമാണ് ഏത്? തിരക്കഥ എന്ന് പറഞ്ഞാൽ. എപ്പോൾ സിനിമയും സാഹിത്യവും രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. കാരണം എന്താണ്? നല്ല സാഹിത്യ കൃതികൾ ഉണ്ടായാൽ മാത്രമേ അത് നമുക്ക് നല്ല സിനിമയാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദയ എന്ന് പറയുന്ന പാഠം പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ? MTയുടെ തിരക്കഥയിൽ വേണു സംവിധാനം ചെയ്ത സിനിമയാണ് ഏത്? ദയ. 1998 ഒരു സ്ത്രീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അവൾ തരണം ചെയ്യുന്ന പ്രശ്നങ്ങളും അവസാനം അവൾ വിജയത്തിലേക്ക് എത്തുന്നതുമാണ് സിനിമയുടെ കഥാതന്തു, ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമാണ് ദയ. ആ ദയ അഭിനയിച്ചത് മഞ്ജു വാര്യരാണ്. ഇപ്പം മൻസൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദയയും തമ്മിലുള്ള ജീവിതം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദയ ഒരു വീട്ടുജോലിക്കാരായിരുന്നു. അവിടുത്തെ യജമാനൻ മരിച്ചു പോവുകയും അവിടുത്തെ യജമാനൻ്റെ മകൻ പണം ദൂർത്തടിക്കുകയും അവസാനം യജമാനൻ്റെ മകന് വേണ്ടി തന്നെ അടിമ കമ്പോളത്തിൽ വിൽക്കാൻ പറയുകയും ചെയ്യുന്നു. അവിടുന്ന് ദയ ആര് പിടിച്ചുകൊണ്ട് പോകുന്നു? ഈ
രാജാവിൻ്റെ ഭടന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ രാജാവിൻ്റെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ദയ മറുപടി പറയുകയും രാജാവ് സമ്മാനങ്ങൾ നൽകി ദയ വിട്ടയക്കുകയും ചെയ്യുന്നു. അങ്ങനെ മൻസൂറും ദയയും ഒരുമിച്ച് ജീവിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ദയ ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യുന്നു, അലീഷായും കൂട്ടരും തട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ നിന്ന് ദയ ആണിൻ്റെ വേഷം കെട്ടി പുറത്തിറങ്ങി രക്ഷപ്പെടുന്നു. അങ്ങനെയാണ് ദയ അറിയുന്നത് രാജ്യത്ത് മന്ത്രിയാകാൻ അവസരമുണ്ടെന്ന്. അങ്ങനെ ദയ ആണിൻ്റെ വേഷം കെട്ടിപ്പോയി അവിടെ വാൾപ്പയറ്റ് വിജയിച്ചു, ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു, ഭ്രാന്തൻ കുതിരയെ മിനുക്കി, പിന്നെന്താണ് 5 അമ്പുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച് അങ്ങനെ ദയ അവിടുത്തെ മന്ത്രിയായി മാറി. അവസാനം രാജാവ് ദയയെ തൻ്റെ മകളുമായിട്ട് കല്യാണം ഉറപ്പിക്കുമ്പോൾ ദയ പെണ്ണല്ലേ ആണിൻ്റെ വേഷം കെട്ട് ദയ മൻസൂറിനൊപ്പം ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ദയ ഇത്ര ചതി ചെയ്തതിന് രാജാവ് ദയയെ ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടുത്തെ ആ രാജ്യത്തിലെ ജനങ്ങൾ പറയുന്നു ദയയെ ശിക്ഷിക്കരുത്, അവൾ ബുദ്ധിമതിയാണ്, അവൾക്ക് നമുക്ക് ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ദയയെ രാജാവ് വിട്ടയക്കുന്നു. ദയ മൻസൂർ സന്തോഷത്തോടെ ജീവിക്കുന്നു. സ്ത്രീ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങളും അതിനെ അതിജീവിച്ചമായ കാര്യങ്ങളാണ് MT വാസുദേവൻ നായരുടെ ദയ എന്ന പാഠഭാഗത്തിൽ പറയുന്നത്. ഈ പാഠത്തിൻ്റെ കൃത്യമായ നോട്ടും മെറ്റീരിയൽസും എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും എക്സാം വിന്നർ 9th ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾ കിട്ടുന്നതായിരിക്കും. ഇതുവരെ ബാച്ചിൽ ജോയിൻ ചെയ്ത മുത്തുമണികളെ നിങ്ങൾ പെട്ടെന്ന് തന്നെ 9th എക്സാം വിന്നർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പം അടിപൊളിയായി പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാം വിന്നർ. ബൈ.